എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞ ജപ്പാൻ മോഡൽ വയോജന പദ്ധതി എന്ന് നോക്കാം. ജപ്പാന്റെ വയോജന സംരക്ഷണത്തിൻ്റെ നട്ടെല്ല് 2000 അവർ ആരംഭിച്ച കൈഗോ ഹോക്കൺ അഥവാ ലോങ് ടേം കെയർ ഇൻഷുറൻസ് പദ്ധതിയാണ്. 40 വയസ്സ് തികയുന്ന എല്ലാ ജാപ്പനീസ് പൗരന്മാർക്കും ഈ പൊതു ഇൻഷുറൻസ് പദ്ധതിയിൽ നിർബന്ധമായി പങ്കാളിയാകേണ്ടതുണ്ട്. ഇതിലൂടെ സമാഹരിക്കുന്ന തുകയും സർക്കാർ നികുതിയും ചേർത്താണ് വയോജന പരിപാലനത്തിനുള്ള ഫണ്ട് ഇവർ കണ്ടെത്തുന്നത്. 65 വയസ്സ് കഴിഞ്ഞ ഏതൊരു പൗരനും ശാരീരികമോ മാനസികമോ ആയ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഈ പദ്ധതിയിലൂടെ മികച്ച പരിചരണം നമുക്ക് ഉറപ്പാക്കുന്നു. ചികിത്സാ പരിപാലന ചെലവുകളുടെ 70 മുതൽ 90% വരെ ഈ ഇൻഷുറൻസ് വഴി സർക്കാർ വഹിക്കുമ്പോൾ ഗുണഭോക്താവ് വെറും 10 മുതൽ 30% വരെ മാത്രം കയ്യിൽ നിന്നും നൽകിയാൽ മതിയാകും. ഈ പദ്ധതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കെയർ മാനേജർമാരുടെ സേവനം, അതായത് ഓരോ മുതിർന്ന പൗരൻ്റെയും ശാരീരികാവസ്ഥ കൃത്യമായിട്ട് പരിശോധിച്ച് അവർക്ക് ഏത് തരത്തിലുള്ള പരിചരണമാണ് വേണ്ടതെന്ന് നിശ്ചയിക്കാൻ പ്രത്യേക കെയർ മാനേജർമാരെ നിയോഗിക്കുന്നു. അവർ ഓരോ വീടുകളിലും കയറി ഇറങ്ങി വ്യക്തിഗത കെയർ പ്ലാനുകൾ തയ്യാറാക്കുന്നു. രണ്ടാമത്, കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംയോജിത പരിചരണം, അതായത് പ്രായമായവരെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റുന്നതിന് പകരം അവർക്ക് സ്വന്തം വീടുകളിലും പരിചിതമായ സാഹചര്യങ്ങളിലും, അതായത് നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ജീവിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്നതാണ് ജപ്പാന്റെ നയം. ഇതാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിനായി ഡേ കെയർ സെൻ്ററുകൾ, ഹ്രസ്വകാല താമസ സൗകര്യങ്ങൾ, അതുപോലെ ഹോം നേഴ്സിംഗ് സേവനങ്ങൾ എന്നിവ പ്രാദേശികമായി തന്നെ ലഭ്യമാക്കുന്നു. അതായത് നമ്മുടെ വീടിനടുത്ത് തന്നെയായിട്ട് ഇത്തരം സേവനങ്ങൾ നമുക്ക് ലഭ്യമാകും. അതുപോലെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, വയോജന പരിപാലനത്തിനായി ജപ്പാൻ റോബോട്ടിക്സ് സാങ്കേതിക വിദ്യയും ഡിജിറ്റൽ ഹെൽത്ത് ഡാറ്റാബേസുകളും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ അത്രത്തോളം പ്രായോഗികമല്ല എങ്കിലും കിടപ്പിലായ രോഗികളെ മാറ്റാനും മറ്റും സഹായിക്കുന്ന കെയർ റോബോട്ടുകൾ അവിടെ സജീവമാണ്. അടുത്തത് ഡിമെൻഷ്യൽ കെയർ, അതായത് ഓറഞ്ച് പ്ലാൻ. അൾഷിമേഷ്യസ് ഡിമെൻഷ്യ, അതായത് മറവി രോഗം ബാധിച്ചവർക്കായി ന്യൂ ഓറഞ്ച് പ്ലാൻ എന്ന പേരിൽ പ്രത്യേക പദ്ധതി ജപ്പാനിലുണ്ട്. രോഗം നേരത്തെ തിരിച്ചറിയാനും അവർക്ക് സമൂഹത്തിൽ സുരക്ഷിതമായി ജീവിക്കാനുമുള്ള അന്തരീക്ഷം ഇതിലൂടെ ഒരുക്കുന്നു. കേരളത്തിലും വയോജനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. വിദേശത്തുള്ള മക്കൾ, ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾ, വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവ് എന്നിവ കേരളം ഇന്ന് നേരിടുന്ന വലിയൊരു സാമൂഹിക വെല്ലുവിളികൾ തന്നെയാണ്. ജപ്പാൻ മാതൃകയിലുള്ള ഒരു വയോജന വകുപ്പ് വരുന്നതോടെ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ സാധ്യമാകും. അതിലൊന്ന് ഏകീകൃത വയോജന ഡാറ്റാബേസ് ആണ്. അതായത് സംസ്ഥാനത്തെ വയോജനങ്ങളുടെ ആരോഗ്യ സാമൂഹിക വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഡിജിറ്റൽ സംവിധാനം. രണ്ടാമത്തേത് തദ്ദേശീയ പരിചരണ കേന്ദ്രങ്ങൾ, അതായത് വയോധികർക്ക് പകൽ സമയങ്ങളിൽ ഒത്തുചേരാനും പ്രാഥമികാരോഗ്യ പരിശോധനകൾ നടത്തുവാനുമുള്ള കമ്മ്യൂണിറ്റി സെൻ്ററുകൾ, അതുപോലെ കുടുംബശ്രീ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവ വഴി വിപുലീകരിക്കാം. അതുപോലെ പ്രൊഫഷണൽ കെയർ ഗിവർമാർ, അതായത് പ്രായമായവരെ പരിചരിക്കുന്നതിനായി അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനം സിദ്ധിച്ച കെയർ ഗിവർമാരുടെ ഒരു വലിയ നിരയെ കേരളത്തിൽ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. പ്രായമാകൽ എന്നത് ഒരു ശാപമല്ല, മറിച്ച് അന്തസ്സോടെ ജീവിക്കേണ്ട ജീവിതഘട്ടമാണെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ജപ്പാന്റെ രീതി. കേരളത്തിൽ പുതിയ വയോജന വകുപ്പ് യാഥാർത്ഥ്യമാകുമ്പോൾ മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ സുരക്ഷിതത്വവും കരുതലും ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.